ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നിന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ? നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ? മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ? മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. അനുചേച്ചിയെ ഒത്തിരി നാളെ അനുചേച്ചിയുടെ വീട്ടിൽ നിന്ന് വരുന്നത് കേട്ടിട്ട് ഇന്നാ നേരം കിട്ടിയത്. അത് നന്നായി. ഇതെന്നെ എല്ലാം വെട്ടിക്കളയുവാണോ? വെട്ടിക്കളയുകയല്ല, വെട്ടി ഒരുക്കുക. അപ്പം ഇത് ഇതിൽ ചില്ലി കമ്പയിൽ കണ്ടോ, കുഞ്ഞു പൂവാ. അതേസമയം ഇതിൻ്റെ വെട്ടി ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ചൂട് ചേർത്ത് അങ്ങ് വെട്ടിയെടുക്കുവാണെങ്കിൽ നല്ല പൂവരും. ഇതങ്ങനെ വെട്ടി നിർത്തിയതാണ്. നല്ല പൂവായിട്ടുണ്ടല്ലോ. ഇത് നല്ല മുഴുത്ത കരുത്തായിട്ട് ഇങ്ങനെ വരും. മുട്ട് ഇത് കണ്ടോ, നല്ലൊരു മുട്ടും അതേലും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വലിയ ഗാർഡനിങ് ഒന്നും വലിയ ഇതില്ലാത്ത, പിന്നെ ഇന്ന് ഇച്ചിരി നേരം കിട്ടിയപ്പോൾ ഒന്ന് ഇറങ്ങി ഒന്ന് ചുറ്റി സഞ്ചരിച്ച അത്രേ ഉള്ളൂ. ഇങ്ങനത്തെ റോസ്റ്റഡ് ഒന്നും ഇല്ല, കാണാനില്ല. ശരിക്കും ഒത്തിരി നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ടല്ലേ? തീർച്ചയായിട്ടും നേരം കിട്ടിയപ്പോൾ ഇറങ്ങിയതാ. അതല്ലേ, ഇതേ ഈ നമ്മൾ വെട്ടി നിർത്തുന്നതെന്ന് പറയുമ്പോഴേ ഞാനിത് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വെട്ടുമായിരുന്നേ. ഇത് വെട്ടി നിർത്തുന്നത് കൂടുതൽ കരുത്തായിട്ട് വളർന്ന് പൂക്കൾ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും. അപ്പം ശരിക്കും ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു കേട്ടോ, ഈ നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ വെട്ടിനിരത്തിലുണ്ടെന്നുള്ളത്. വെട്ടിനിരത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇത് വെട്ടുമ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ചെടിക്ക് ചിലപ്പോൾ നോവുന്നുണ്ട് അല്ലേ? അത് ഇത്രയും നാളും വളർന്നു നിന്നിട്ട് അത് വെട്ടിക്കളഞ്ഞാൽ അത് വേറൊരാളാണ് വന്ന് വെട്ടണത്, നമുക്ക് വിഷമം തോന്നുകയും ചെയ്യും. അതെ. അപ്പം ഇതിങ്ങനെ വെട്ടുമ്പോൾ ഒരുപക്ഷെ ആ ചെടി ഓർക്കുമായിരിക്കും, ഇതെന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അല്ലേ? ഞാൻ ഈ പൂവെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇത്രയും കാണാൻ ഭംഗിയുള്ള പൂക്കളെല്ലാം വിരിയിച്ചു കൊടുത്തിട്ട് എന്നെ പിന്നെയും വന്ന് വെട്ടുവാണല്ലോ, മിണ്ടാമല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ അത് വേദനിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ ഓർക്കുവാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കുന്നവരാണ്. ഇപ്പം ചെടിക്ക് വർത്താനം പറയാൻ പറയത്തില്ലാത്തത് കൊണ്ട് അത് പറയുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് ആ കഴിവ് കർത്താവ് തന്നേക്കുന്നത് കൊണ്ട് നമ്മൾ വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുക. കാരണം നമ്മളെ വെട്ടി ഒരുക്കുന്നുണ്ട്, ഒരുക്കപ്പെടണം നമ്മൾ. അതിൻ്റെ നന്മയെക്കുറിച്ചാണ് നമ്മളൊന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചിന്തിക്കേണ്ടതേ. മനോഹരം പറഞ്ഞാൽ നമ്മുടെ സ്വഭാവങ്ങളോ അത് നമ്മുടെ ചീത്ത ശീലങ്ങളാണോ ഉദ്ദേശിച്ചത്? അതെങ്ങനെയാണെന്നറിയാം മഞ്ജു? അത് ഇപ്പോൾ ഒരു ശില്പി നല്ല അതിമനോഹരമായ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിരിക്കുക, ഒരു സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുക. അതെങ്ങനെ ആദ്യം അതിൻ്റെ രൂപം, ഇപ്പൊ കരിങ്കല്ലേലൊരു ശില്പം ഉണ്ടാക്കും അന്നേരം ആ കല്ല് ആദ്യം ഇരിക്കുന്ന എങ്ങനെയാ? ഒന്നുമില്ല, ഒരു ഭംഗിയില്ല, ചുമ്മാ ഒരു കാട്ടുകല്ല്. ആ കല്ലെടുത്ത് വെച്ച് അവരുടെ പണിശാലയെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അവർ നല്ല കൂടം കൊണ്ട് ആദ്യം അടിച്ച് കൂർത്തിരിക്കണ കല്ലിൻ്റെ ഭാഗമെല്ലാം അടിച്ച് തീർപ്പിച്ച് കളഞ്ഞ് അവരൊരു ഷേപ്പാക്കി എടുത്ത് പിന്നെ ഉളി വെച്ച് കഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ഒരു ശില്പം, അതായത് ഒരു സ്റ്റാച്ചു ആയിട്ട് വരുള്ളൂ, അതൊരു പ്രതിമയായിട്ട് വരും. അപ്പം ആ ഉണ്ടാക്കുന്ന ശില്പിയുടെ, രൂപപ്പെടുത്തുന്ന ശില്പിയുടെ ഉള്ളിലിരിക്കുന്ന രൂപമുണ്ട്, ഉള്ളിലിരിക്കുന്ന ഒരു രൂപമുണ്ട്. ആ രൂപം ഈ കല്ലിലേക്ക് വരണം. വരുമ്പോഴാണ് ആ ശില്പിക്ക് അതിൻ്റെ സംതൃപ്തിയും ശില്പിയുടെ മനസ്സിലേത് അതിലേക്ക് പതിപ്പിച്ച് വരുള്ളൂ. അപ്പോഴാണ് അത് മറ്റുള്ളവർക്ക് ഒരു ഐഡിയലായിട്ട്, അതൊരു സ്റ്റാച്ചു ആണ്, ഇന്നതാണ്, ഒരു ജീവനുള്ള പ്രതിമയായിട്ട് തോന്നുള്ളൂ. അപ്പൊ ശരിക്കും ഈ കാട്ടുകല്ലിനെ എടുത്തോണ്ട് വന്ന് അതേപടി വെച്ചാൽ വല്ലവർക്കും മനോഹരമായിട്ട് തോന്നുകയല്ല. അപ്പൊ ഈ ശില്പത്തെ ആക്കിയെടുക്കുമ്പം
ഈ കല്ലിനെ പൊട്ടിക്കും, അടിക്കും, ഇടിക്കും, വേദനിക്കും. വേദനിക്കും, ഒരച്ചെടുക്കും. ചിലപ്പോൾ മെഷീൻ ഇട്ട് ഒരച്ചൊക്കെ എടുക്കും. ഇപ്പം മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ പറഞ്ഞ്. അപ്പം അങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഒരുപക്ഷെ കല്ലിന് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പ്രതികരിച്ചാൽ ഈ ശില്പിക്കിട്ട് നല്ലത് വേണേ 4 കൊടുത്താൽ. അപ്പൊ അതിന് പ്രതികരിക്കാൻ ദൈവം കഴിവ് കൊടുത്തില്ല, ജീവനില്ല. അപ്പൊ അതുകൊണ്ട് അത് പ്രതികരിക്കുന്നില്ല. അതുപോലെ പിന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ നല്ല നമ്മളിപ്പോൾ പേപ്പർ വെയിറ്റ് ആയിട്ടൊക്കെ വയ്ക്കണം. എൻ്റെ മേശപ്പുറത്തുണ്ട് നല്ല ഉരുള കല്ല്, നല്ല ഉരുണ്ടിരിക്കുന്ന പാറക്കഷ്ണങ്ങൾ. അതെങ്ങനെയാ രൂപപ്പെട്ടത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ പുഴയില് കിടന്ന് വെറും കാട്ടുകല്ല്, കല്ലിന്റെ ഒരു കഷ്ണം, അത് കൂർത്ത് മൂർത്തിരിക്കണ ആഗ്രഹങ്ങളൊക്കെ ഉള്ളതാ, ഷേപ്പ്ലെസ്സാ അത്. അതിങ്ങനെ വെള്ളത്തിൽ കൂടെ ഒഴുകി വരുമ്പോൾ മറ്റു കല്ലുകളുമായിട്ട് കൂട്ടിമുട്ടും. പിന്നെ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ഫോഴ്സ് വരുമ്പോൾ ഇങ്ങനെ പല പല സാധനങ്ങളിലൂടെ ഉരുണ്ട് തട്ടിയും മുട്ടിയും അതൊരു രൂപപ്പെടുക. സമയം അതൊരു ഗ്രാജുവലി പ്രോസസ് ആയിട്ട് വരും അത്. അപ്പൊ ഈ അതിമനോഹരമായിട്ട് ഇത് വരുന്ന വെള്ളത്തിൽ കിടക്കുവാണെങ്കിൽ നമ്മൾ പോയി എടുക്കും. ഇല്ലെങ്കിൽ എടുക്കില്ല നമ്മള്. കാരണം ഇതിന്റെ മനോഹാരിത കണ്ടാ നമ്മൾ അത് വെള്ളത്തിൽ നിന്ന് അത് പൊക്കി എടുക്കുന്നത്. അപ്പൊ ഈ മനോഹാരിത ഇതിന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് ഒത്തിരി സഹിച്ചു മറ്റുള്ളവരിലൂടെ തട്ടിയും മുട്ടിയും കൊണ്ടും കൊടുത്തും അത് ഒഴുകി അതിൻ്റെ സ്ഥാനത്തു നിന്നൊക്കെ അത് മാറിപ്പോയി വന്നപ്പോഴാ ഈ ഒരു ഭംഗിയില്ലാത്ത കല്ലിന് ഭംഗിയായി വന്നു. അന്നേരം അത് മനുഷ്യർക്ക് ഉപയോഗപ്രദമായി. ഉപയോഗമില്ലായിരുന്നു. അപ്പൊ അത് അതിന്റെ ഭംഗി കൊണ്ടാണ് നമ്മള് വെയിറ്റ് ഉണ്ട്, ഭംഗിയുണ്ട്. അപ്പൊ നമ്മുടെ മേശപ്പുറത്ത് അതൊരു പേപ്പർ വെയിറ്റ് ആയിട്ട് നമുക്ക് വെക്കും. നമ്മൾ അതേ നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു ഫീൽ ചെയ്യണം. നല്ലതാണ്. എല്ലാവർക്കും ഭംഗിയുള്ളതാണ് ഇഷ്ടം. എല്ലാവർക്കും എന്ത് സാധനമാണെങ്കിലും നല്ലതാണെങ്കിൽ നമ്മൾ നോക്കിയിരിക്കും. അപ്പൊ ദൈവം സൃഷ്ടിച്ച സൃഷ്ടജാലങ്ങൾക്ക് എല്ലാ വസ്തുക്കൾക്കും ഭംഗിയുണ്ട്, ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ സാഹചര്യങ്ങളിലൂടെ വെളിപ്പെടുന്നില്ല. അപ്പൊ അതിനെ ആ രീതിയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന ആ സുന്ദര ആ ഒരു രൂപത്തിലേക്ക് അതിനെ ആക്കിയെടുക്കാൻ വേണ്ടി ചില സാഹചര്യങ്ങള് ദൈവം തന്നെ ഒരുക്കിയിട്ടുണ്ട്, എല്ലാത്തിലും ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഈ പിന്നെ അതുപോലെ നമ്മൾ നോക്കിയ ഈ മാലയൊക്കെ ഉണ്ടാക്കണത് ശരിക്കും പറഞ്ഞാൽ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ കോപ്പറൊക്കെ ചേർത്ത് അത് മണ്ണിൽ നിന്ന് എടുക്കുന്നതല്ലേ. അത് ഈ ഉലയിൽ ഇത് തട്ടാൻ കൊണ്ടുപോയി വെച്ചിട്ട് അത് അടിച്ച് നിരത്തി, ആദ്യം ഒരു നീണ്ട കഷ്ണമായിട്ടൊക്കെയാണ് കിട്ടണേന്നാ പറയുന്നത്. അപ്പൊ അത് അടിച്ച് നിരത്തി പരത്തി ഉരുട്ടി പിന്നെ അത് ഓരോ മുത്തുകളാക്കി രൂപപ്പെടുത്തി അത് ശരിയാക്കി വരുമ്പോൾ നമ്മൾ എന്ത് ഇഷ്ടത്തോടെയാണ് ഇത് സെലക്ട് ചെയ്ത് നമ്മളെടുത്തോണ്ട് പോകുന്നത്. പക്ഷെ ഇതിൻ്റെ പിന്നില് ആ ആദ്യ രൂപത്തിലിരുന്ന ആ സ്വർണ്ണ തകിടിൻ്റെ അല്ലെ ആ സ്വർണ്ണ പൊടിയുടെ രൂപം അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ ഒരു മാറ്റമാണ് ഈ സ്വർണത്തിന് വന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം അപ്പൊ ഈ തകിട് സംസാരിക്കുവായിരുന്നേ പറയല്ലേ, എന്നെ എന്തിനാ തള്ളണേ, എന്നെ എന്തിനാ കൊല്ലണേ, ഞാൻ നിങ്ങളോട് വല്ലതും ചെയ്തോ, എന്തിനാ ഞാൻ ഈ രൂപത്തിൽ ഇരുന്നാ പോരെ, എന്തിനാന്ന് ചോദിക്കണേ. പക്ഷെ അത് ചോദിക്കുന്നില്ല, നിശബ്ദതയിലാണത്. പക്ഷെ അതിനെ ആ രൂപത്തിലാക്കി എടുക്കാൻ, അതായത് മനുഷ്യർക്ക് സ്വീകാര്യമായ രീതിയിൽ, ഭംഗിയേറിയ രീതിയിൽ അതൊരു ഉപകാരപ്രദമായ ഒരു വസ്തുവായിട്ട് രൂപപ്പെടുത്താൻ വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അതിനുള്ള വഴിയാണ്. അപ്പൊ ആ വഴിയിലൂടെ ഓരോന്നിന്റെ വഴികൾ കാണും. അപ്പൊ അതുപോലെ അതിനെ ഇങ്ങനെ നയിച്ചു കൊണ്ട് പോവുക. അപ്പൊ ഞാൻ ഓർക്കുകയാണ് ഇതിന്റെയൊക്കെ പിന്നെ കർത്താവിന്റെ കരങ്ങളല്ലേ അല്ലേ. ഓരോന്നിനെ കല്ലിനോടാണേലും സ്വർണത്തോടാണേലും ചെടികളോടാണേലും എല്ലാം ദൈവത്തിന്റെ ആ പ്ലാനിലേക്ക് ആ പദ്ധതിയിലേക്ക് കൊണ്ടുവരിക. അതാ ഈശോ പറഞ്ഞില്ലേ, എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, ക്ഷേമത്തിനുള്ള പദ്ധതി. അപ്പൊ ഈ ചെടികളെ കുറിച്ച് നിസാര ഒരു ചെടിയെ അല്ലെ ഒരു കരിങ്കല്ല് കഷ്ണത്തിന് പോലും അതിനെ കൊണ്ട് കർത്താവിനൊരു പ്ലാനും പദ്ധതി ഈ ലോകത്തിലുണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് തിരിച്ചറിയുന്നത് ഒത്തിരി നന്മയാണെന്ന് എനിക്ക്. അപ്പൊ ഞാൻ ഓർക്കുകയാണ് ഇത് വെട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാതെ ഇത് വെട്ടി കളഞ്ഞിട്ട് ആ കമ്പേല് ഉണ്ടായി വന്നതാണ് ഇത്രയും മനോഹരമായ പൂവ്. അത് വെട്ടിയില്ലാത്ത ചില്ലിയില് കുഞ്ഞു ചില്ലിയില് ഉണ്ടായി വന്നത് കുഞ്ഞു പൂവാണ്. അപ്പൊ വെട്ടി ഈ ഒരുക്കൽ എല്ലായിടത്തും നന്മയായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മള് വേദന എടുത്താലും പിന്നെയായിട്ട് അത് നന്മയായിട്ട് വരും. ഇപ്പം നമ്മൾ ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വെട്ടിയൊരുക്കൽ അനിവാര്യമാണ്. എനിക്ക് തോന്നുന്നു അനിവാര്യമാണ്. ഇപ്പം
നമ്മുടെ കാലങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് വിലയിരുത്തിയൊന്ന് ചിന്തിക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും ഒക്കെ ഒന്ന് എടുത്തു നോക്കിക്കേ. മനുഷ്യനൊന്നിനും സമയമില്ല. എന്തുമാത്രം വെട്ടി ഒരുക്കൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ശിക്ഷണം തന്നവരുണ്ട്, ശിക്ഷിച്ചവരുണ്ട്, ഉപദേശിച്ചവരുണ്ട്, നമ്മളെ വഴക്ക് പറഞ്ഞവരുണ്ട്, നമ്മളെ നന്നാകാൻ വേണ്ടി. പക്ഷെ അന്ന് നമുക്ക് നന്നാകാൻ തോന്നുന്നു. അന്ന് നമ്മള് പഠിക്കുന്ന കാലത്ത് അടിയൊക്കെ കിട്ടിയാൽ ഇഷ്ടപ്പെടുകയല്ല. പിന്നെ ഇഷ്ടപ്പെടുകയല്ല. കാരണം എനിക്കൊരു സംഭവം അറിയാം. ഒരു കൊച്ച് സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനാ. അവന് 8ാം ക്ലാസ്സിലെങ്ങാണ്ടാ പഠിക്കണം. തോമസ് എന്നാ പേര്. അവൻ ആ സ്കൂളിലെ A1 സ്റ്റുഡൻ്റ് ആണ്. A+ കിട്ടണ കൊച്ച എല്ലാത്തിനും. എന്നിട്ട് ഒരു ദിവസം അവൻ്റെ സ്കൂളിൽ ടീച്ചർ ഒരു എസ്സേ കോമ്പറ്റീഷന് ഇട്ടു. ഒരു വിഷയം കൊടുത്തു. വിഷയം എഴുതാൻ വേണ്ടി കൊടുത്തിട്ട് പറഞ്ഞ് ക്ലാസ്സിലുള്ള ഓൾ ക്ലാസ് സ്റ്റുഡൻസ് എല്ലാവരും നാളെ വരുമ്പോൾ ഒരു എസ്സേ എഴുതിക്കൊണ്ട് വരണം, നന്നായിട്ട് എഴുതിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞു. എല്ലാ കുട്ടികളും എഴുതിക്കൊണ്ട് വന്നു. അപ്പോൾ ഈ തോമസും എഴുതിക്കൊണ്ട് വന്നു. എന്നിട്ട് രാവിലെ പ്രസന്റ് ചെയ്തു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ ക്ലാസ്സിൽ വന്നു. എല്ലാവർക്കും ആ പേപ്പർ തിരിച്ചു കൊടുത്തപ്പോൾ എല്ലാവരുടെയും പേപ്പറിൽ മാർക്കുണ്ട്. 50 മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ തോമസ് നോക്കിയപ്പോ ഇവന്റെ പേപ്പറിൽ മാർക്കില്ല. സങ്കടം വരാതിരിക്കുവോ? പേപ്പറിൽ മാർക്കില്ല. അപ്പൊ ഇവൻ ചെന്നിട്ട് ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറെ മാം ഞാനിതിൽ നന്നായി എഴുതിയല്ലോ, എന്നെ മാക്സിമം ഞാൻ എഴുതിയതാ. അന്നേരം ടീച്ചർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നീ ഇങ്ങനെയാണോടാ എഴുതുന്നത്, നിന്റെ പേപ്പറിൽ എന്നെ എഴുതി വെച്ചേക്കണേന്നറിയാവോ, നീ എന്നെ കാണിച്ചു വെച്ചേക്കണേ, നാളെ നന്നായിട്ട് എഴുതി എന്നെ കാണിക്കണമെന്ന്. സങ്കടമായി. അപ്പൊ അത്രയും ക്ലാസ്സിൽ പിള്ളേരുടെ മുമ്പിൽ അപ്പൊ കൊച്ചിന് വിഷമമായി. എന്നാലും അവൻ അത്ര വലിയ പ്രശ്നം വന്നില്ല. അവൻ വീട്ടിൽ പോയി. പിന്നെ അവൻ വേറെ ഒന്നുകൂടെ നന്നായിട്ട് പിറ്റേ ദിവസം എഴുതി കൊണ്ടുവന്ന് ടീച്ചറിന് സബ്മിറ്റ് ചെയ്തു. അത് ടീച്ചർ വായിച്ചു നോക്കിയേച്ച് 2ആയിട്ട് വലിച്ചു കീറി. അയ്യോ, അപ്പൊ അതിലും സങ്കടമായി. 2ആയിട്ട് വലിച്ചു കീറി കളഞ്ഞപ്പോൾ ഇവന് ഷോക്കേറ്റ പോലെ. കാരണം ഈ ക്ലാസ്സിൽ വെച്ച് അന്നേരം പറഞ്ഞു, ഇങ്ങനെയാണോടാ എഴുതിക്കൊണ്ട് വരാൻ നീ എനിക്ക് നാണക്കേട് വരിക നിന്നെക്കുറിച്ച് ഓർത്ത് കുറച്ച് വഴക്കൂടെ പറഞ്ഞു. കൊച്ചങ്ങടെ അപ്സെറ്റായി. എന്ന് പറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നാളെ എഴുതിക്കൊണ്ട് വന്നേക്കണമെന്ന്. ഈ കൊച്ചു വീട്ടിൽ പോയി അവൻ അറിയാവുന്ന പുസ്തകവും ഒക്കെ റെഫർ ചെയ്ത് കുറേ ഇങ്ങനെ അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എഴുതി കൊണ്ടുവന്ന് 3ാമത്തെ ദിവസം ടീച്ചറിന് സബ്മിറ്റ് ചെയ്തു. ടീച്ചർ വായിച്ചു നോക്കി വെച്ച് ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് വേസ്റ്റ് ബാസ്കറ്റ്. 3ാമത്തെ പ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്തു. ഇവന് പിന്നെ ഇത് കൂടെ കണ്ടപ്പോൾ ഇവൻ്റെ സങ്കടമൊക്കെ പോയിട്ട് ഇവന് ദേഷ്യം വരാൻ തുടങ്ങണേ. ഇതെന്നാ കളി, ഞാൻ ഇത്രയും ഭംഗിയായിട്ട് എഴുതിക്കോട്ട് വന്നിട്ട് ഈ ടീച്ചർ ഇങ്ങനെ എന്നാ കാണിക്കണേന്ന്. 4ാം ദിവസം ടീച്ചർ പറഞ്ഞു, നീ ഏറ്റവും നല്ലതായിട്ട് നിൻ്റെയാണ് ഏറ്റവും മോശം ഈ ക്ലാസ്സിൽ നീ എഴുതിയേക്കുന്നത്, ബാക്കി എല്ലാ പിള്ളേരും ഒരുവിധം എഴുതിയിട്ടുണ്ട്, നീ നാളെ ഇത് എഴുതി ഇവിടെ കൊണ്ടുവന്ന് എന്നെ കാണിച്ചില്ലെങ്കിൽ ബാക്കി കാര്യം പിന്നെ പറയാമെന്ന് പറഞ്ഞു കേട്ടോ. കൊച്ചിന് ഭയങ്കര സങ്കടമായി. ഇവന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഇവൻ കമന്ന് കടന്ന് കരഞ്ഞ്. കാരണം എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവൻ അറിയാവുന്ന ബുക്സ് ഒക്കെ റെഫർ ചെയ്തു, ചോദിക്കാവുന്ന ഡാഡിയോടും മമ്മിയോടൊക്കെ ചോദിച്ചു, അങ്ങനെ എഴുതി അവൻ്റെ മാക്സിമം ട്രൈ ചെയ്ത് കൊണ്ടുവന്നതാ. എന്നിട്ട് ശരിയായിട്ടില്ല. അപ്പം 4ാം ദിവസമായപ്പോൾ കൊച്ചിന് ദേഷ്യം തുടങ്ങി. ദേഷ്യമായി ടീച്ചറിനോട്. ദേഷ്യമായി, വെറുപ്പായി. അന്നേരം ഇവനോർത്ത് ഇനി ഞാൻ അവരിത് വലിച്ചു കീറി കളയാനും മുഖത്തെറിയാനും ചവിറ്റുകൊട്ടയിലെറിയാനും ഞാൻ അങ്ങനെ ഇനി നിന്നു കൊടുക്കണില്ല എന്ന് പറഞ്ഞ് ഇവൻ പിറ്റേന്ന് ഇവൻ ക്ലാസ്സിൽ പോയില്ല. ഇവൻ്റെ കൂട്ടുകാരൻ കൊച്ചിൻ്റെ കയ്യിൽ പേപ്പർ കൊടുത്തു വിട്ടു. ഇവനൊരു കള്ളം പറഞ്ഞു, ഇവന് സുഖമില്ല, വയറുവേദനയാണെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് ഇവൻ അന്ന് സ്കൂളിൽ പോയില്ല. അപ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ ഇത് കൊടുത്തു, മറ്റേ കുട്ടി കൊടുത്തു. ടീച്ചറൊന്നും അനങ്ങിയില്ല. അത് കഴിഞ്ഞ് അന്ന് ഇവൻ സ്കൂളിൽ പോയില്ല. പിറ്റേ ദിവസം ഇവൻ സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല, മടിയാ. അപ്പം ഡാഡി ചോദിച്ചു, നീ എന്തിയാ പോകാത്തെ? അന്നേരം ഇവൻ ഒരു കരച്ചിലെന്ന് പറഞ്ഞു. സങ്കടം വന്നു, ദേഷ്യവും. അപ്പോൾ ഇവൻ ഡാഡിയോട് പറഞ്ഞു, ആ ടീച്ചർ അങ്ങനെയാ, ടീച്ചർ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, അത് മഹാവാൾക്കറ, അങ്ങനെയാ ഇങ്ങനെയാന്നല്ല. ഈ ടീച്ചറുടെ ഒത്തിരി കുറ്റം അങ്ങോട്ട് പറഞ്ഞു ഡാഡിയോട്. അപ്പോൾ ഡാഡിക്ക് ഒരു പിടി കിട്ടിയില്ല ഇതന്നെ സംഭവം എന്നുള്ളത്. ഉടനെ പറഞ്ഞ് ഇന്ന് മോൻ്റെ കൂടെ ഡാഡിയും വരാമെന്നും പറഞ്ഞ് കൊച്ചിനെ സമാധാനിപ്പിച്ച് ഡാഡിയും മോനും കൂടെ സ്കൂളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം ടീച്ചറിനോട് പറഞ്ഞ് ഇങ്ങനെ ഇവൻ വരുന്നില്ല, ഇവന് മടിയാ, ഇവന് ഒത്തിരി വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ ഒരക്ഷരം മിണ്ടിയില്ല. ടീച്ചർ ഇവൻ ആദ്യം എഴുതി കൊടുത്ത പേപ്പർ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവൻ കുട്ടിയുടെ കയ്യിൽ, കൂട്ടുകാരൻ്റെ കയ്യിൽ എടുത്തു, അതും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഡാഡിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഡാഡിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വായിച്ചു നോക്കാൻ പറഞ്ഞു.
വായിച്ചു നോക്കിയ ടീച്ചർ ഒന്നും മിണ്ടില്ല കേട്ടോ. ഇത് രണ്ടും കൂടെ വെച്ച് താരതമ്യം ചെയ്ത് ഡാഡി വായിച്ചു നോക്കിയപ്പോൾ ഡാഡിക്ക് പിടികിട്ടി. പിടികിട്ടി ഡാഡിക്ക് കാര്യം എന്നാന്ന് എഴുതിയെന്ന് പിടികിട്ടി. അപ്പോൾ ഡാഡി പറഞ്ഞു, എൻ്റെ പൊന്നു ടീച്ചറെ, ഇത് എന്തുമാത്രം ഞങ്ങളും വിഷമിച്ചു, കൊച്ചും വിഷമിച്ചു. എന്നാ അന്നേരമാണ് ഈ ഡാഡി എന്നിട്ട് ഇവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. ടീച്ചർ അത് കഴിഞ്ഞ് പറഞ്ഞു, ഇവനെ അടുത്ത് വിളിച്ച് പറഞ്ഞു, മോനെ, നീ ആദ്യം എഴുതിയ പേപ്പറിൽ നിൻ്റെ ബുദ്ധിയിലുള്ളത് നീ അങ്ങ് അവതരിപ്പിച്ചു. പിറ്റേ ദിവസം നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ നീ കുറച്ചുകൂടെ സമയം എടുത്ത് ആലോചിച്ചിട്ട് എഴുതി. പിന്നെ നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ നീ ബുക്സൊക്കെ റെഫർ ചെയ്തു, അങ്ങനെ നീ എഴുതി അതെഴുതി. പക്ഷേ ഇതെന്നുകൊണ്ടും കാര്യമില്ലെന്നായപ്പോഴത്തേക്കും ഇവൻ്റെ ബുദ്ധിയും ഇവൻ്റെ കഴിവും ഇവൻ്റെ അറിവും എല്ലാം പോരാതെ വന്ന ഒരു ഘട്ടത്തിൽ ഈ കൊച്ച് പ്രാർത്ഥിച്ചു. അവൻ കരഞ്ഞു. എനിക്കിനി മാർഗ്ഗമില്ല, ഈ ടീച്ചറിൻ്റെ എനിക്ക് എന്തെല്ലാം ചെയ്തിട്ടും രക്ഷയില്ല, പിടികിട്ടണില്ല. ഇവർ കൊച്ചിനും അറിയത്തില്ല എന്നാ സംഭവം എന്നുള്ളത്. അപ്പം ഇവൻ അന്ന് കമന്ന് കടന്ന് കരഞ്ഞ്, എൻ്റെ ഈശോ എനിക്കിനി പറ്റില്ല, ഞാൻ സ്കൂളിൽ പോകില്ല, എനിക്ക് ആ ടീച്ചറിൻ്റെ ഫേസ് ചെയ്യാൻ പറ്റില്ല, എനിക്കിനി ഇത് സാധിക്കുന്നില്ല, അതുകൊണ്ട് എന്താണെങ്കിൽ കർത്താവെ നീ ചെയ്യ് എന്ന് പറഞ്ഞ് ഈ കൊച്ചാണെങ്കിൽ അവന് പിന്നെ നോക്കി അവൻ്റെ പാരൻസ് പഠിപ്പിച്ചിട്ടുണ്ട് ഈശോയിൽ ആശ്രയം വെക്കണമെന്നുള്ളതറിയാം. പക്ഷെ ആ സ്പോട്ടിൽ അവൻ്റെ ചിന്തയിൽ ഈ അമ്മയും അപ്പനും പറഞ്ഞു കൊടുത്തത് അവൻ്റെ തലച്ചോറിലല്ല, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോഴാണ് തോന്നിയത്. അപ്പം അവൻ്റെ ആ വേദനയുടെ, സഹനത്തിൻ്റെ, അപമാനത്തിൻ്റെയും നിസ്സഹായതയുടെയും നിമിഷത്തിൽ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ വിശ്വാസത്തിൻ്റെ തലം പൊങ്ങി വന്നപ്പോൾ ഇനി എനിക്ക് ആശ്രയമൊന്നുമില്ല, എല്ലായിടവും അടഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇനി എനിക്ക് എൻ്റെ ഈശോ ജീസസ് എനിക്കിനി പറ്റില്ല, ഇനി നീ എന്നാണ് ചെയ്യുക, ആ ടീച്ചറിനിട്ട് എന്നാണ് രണ്ട് കൊടുക്കുവാണെങ്കിൽ കൊടുക്കുക, ഇനി എൻ്റെ പഠിത്തം നിർത്തുവാണെങ്കിൽ നിർത്തുക. ഇങ്ങനെ ഈ കുഞ്ഞ് ആശ്രയിക്കാൻ പഠിച്ചു, ദൈവത്തിൽ ആശ്രയം വെച്ചു. അപ്പം അതിനു മുമ്പ് അവൻ്റെ ബുദ്ധി, കഴിവ്, താലന്ത്, അവൻ്റെ അറിവ്, അവൻ്റെ പഠനം, ബുക്സ് റെഫർ ചെയ്ത് എല്ലാം ഇവനിലുണ്ട്. അതിനെയെല്ലാം ഈശോ അങ്ങ് അഭിഷേകം ചെയ്തിട്ട് ഇവനെ എഴുതാൻ സഹായിച്ചു. അങ്ങനെ അങ്ങ് കൊടുത്തു വിട്ടതാണ്. അതോടെ നാലാമത്തെ പ്രാവശ്യം എഴുതിയപ്പം അന്തം വിട്ടുപോയി. ആദ്യത്തെ പേപ്പറും ഈ നാലാമത്തെ ദിവസത്തെ പേപ്പർ കൂടെ നോക്കിയപ്പം ഭയങ്കര അന്തരം. അപ്പം ഈ ഡാഡി ഇവനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കാം, മോനെ നീ ഇതെങ്ങനെ എഴുതി, ഇത് എവിടുന്ന് നിനക്ക് കിട്ടി ഇത്രേ? ടീച്ചർ ഓടി വന്ന് ഇവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ ആദ്യത്തെ ദിവസം ഞാനതെടുത്ത് നീ ആ ക്ലാസ്സിലേക്ക് വെച്ച് നന്നായിട്ടാണ് എഴുതിയത്. പക്ഷെ അന്ന് നിനക്ക് ഞാൻ പ്രോത്സാഹനം തന്ന ആ പേപ്പർ ഞാൻ കൈ മേടിച്ചിരുന്നെങ്കിൽ എനിക്കറിയാം നിന്റെ കയ്യിൽ അപാരമായ ശക്തി, ബുദ്ധി, നല്ല ഒരു ജീനിയസ് ആയിട്ടുള്ള മൈൻഡ് നിന്റെ ഉള്ളിലുണ്ട്. അത് പുറത്തെടുക്കണമെങ്കിൽ ഈ ഒരു സഹനം ആവശ്യമാണ്. അപ്പൊ നിന്റെ മാക്സിമം നിന്നിലുള്ളതിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ടീച്ചർ ചെയ്ത ഒരു പരിപാടിയായിരുന്നു മാത്രമേ ഉള്ളൂ. ഇത് ആവശ്യം, അല്ലെങ്കിൽ ഇത് വരില്ല. അതുകൊണ്ട് മോൻ ഇപ്പോൾ പഠിച്ചില്ലേ, ബുദ്ധി, ഓർമ്മശക്തി, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ, ബുക്സ് റെഫർ ചെയ്യുന്നു, നമ്മുടെ ചുറ്റുപാടുമുള്ള സംഗതികൾ, സൃഷ്ടജാലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു അഭിഷേകമായിട്ട് വരുമ്പോഴാണ് ഈ ബുദ്ധിയുടെ തലം വിശ്വാസ തലവുമായി ചേർന്ന് ആ ദൈവത്തെ സ്നേഹിക്കുക എന്നതിനേക്കാൾ ഉപരി ദൈവത്തിൽ ആശ്രയം വയ്ക്കും. തൻ്റെ കർത്താവ് ദൈവത്തിൽ ആശ്രയം വെക്കുന്നവനെ കർത്താവ് ആശ്രയിക്കും, കർത്താവിടെ പ്രസാദിക്കുക. അപ്പൊ ഈ ആശ്രയത്വം ആ കുട്ടിയിൽ വന്നു. അത് ഈ ടീച്ചർ മുഖാന്തരാ വന്നത്. പക്ഷെ ഇടയ്ക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ കൊച്ചി ടീച്ചറിനെ വെറുത്തു, ടീച്ചറിനെ കുറ്റം പറഞ്ഞു. അപ്പൊ അവൻ പാപത്തിലായി. പക്ഷെ അവൻ എഴുതി കൊടുത്തു കഴിഞ്ഞിട്ടാ അവൻ പേപ്പർ കൂട്ടുകാരനിലേക്ക് കൊടുത്തു വിട്ടിട്ട് ഇവൻ ശരിക്കും അപ്പനോട് പറഞ്ഞു കൊടുത്തു, ഈ ടീച്ചർ മഹാവല്ലാത്ത ഈ ക്ലാസ്സിലെ എല്ലാ പിള്ളേരോടും ഇങ്ങനെയാ. കാരണം ഇവനൊന്നും നിലനിൽക്കണ്ട, അതിനുവേണ്ടി പറയും. നമ്മളൊക്കെ പറയല്ലേ, മാർക്ക് പറയുമ്പോ ഇതെന്തിനാ മാർക്ക് പറഞ്ഞാൽ നമ്മളെന്നാ പറയും, ക്ലാസ്സിലെ എല്ലാവർക്കും മാർക്ക് കുറവാണ്, അതുകൊണ്ട് നമുക്ക് കുറഞ്ഞു പോയി. അത് നമ്മുടെ കുറ്റമാണോ? ഇവൻ ആ ടീച്ചറിനെ പറയാത്തതൊന്നുമില്ല. അപ്പൊ ഇവന്റെ കണ്ണ് നിറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്മയ്ക്ക് വേണ്ടിയാ ചെയ്തതെന്നുള്ളത്. കാരണം ഈ കൊച്ച് കാരണം ഇവൻ മറ്റൊരാളെ ഈശോ പറഞ്ഞിട്ടുണ്ട്, നീ അന്യനെ വിധിക്കരുത്, നീ കുറ്റാരോപണം നടത്തരുത്,
രഹസ്യം പരസ്യമാക്കരുതെന്നൊക്കെ ഈശോയുടെ വചനമുണ്ട്. അപ്പോൾ വചനലംഘനം പാപമല്ലേ? പാപമാണ്. അപ്പോൾ 1 യോഹന്നാൻ 3:4 പറയുന്നുണ്ട്, നിയമലംഘനം പാപമാണ്, പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. അപ്പോൾ ഈശോയുടെ വചനമുണ്ട്. അതുപോലെ അധ്യാപകർ ഗുരുക്കളാണ്, അവരെ പറ്റി മോശം പറയാൻ പറ്റുമോ? അപ്പോൾ ഈ അപ്പനോട് ഇതെല്ലാം പറഞ്ഞു ഷെയർ ചെയ്ത് മുഴുവൻ പറഞ്ഞു. ഇവരുടെ വിഷമം പറയുന്നത് കൂടുതൽ ടീച്ചറിൻ്റെ കുറ്റം പറഞ്ഞത്, വെറുത്ത്. അന്നേരം പിന്നെ ഡാഡി പറഞ്ഞു കൊടുത്തു, മോനെ നീ പോയി കുമ്പസാരിക്കണം ടീച്ചറിനെ പറ്റി. അപ്പോൾ ഇവൻ്റെ അനുതാപത്തിൻ്റെ കണ്ണുനീരൊഴുകി. അത് മതിയല്ലോ ഈശോയ്ക്ക്. അപ്പോൾ പറഞ്ഞു, നീ അനുദപിച്ചു, കണ്ണുനീരൊഴുക്കി, ഇനി നീ പോയി അത് ഏറ്റു പറഞ്ഞ്. അത് ഈശോ പറഞ്ഞല്ലോ, നിൻ്റെ പാപങ്ങൾ നീ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകുക, നിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് സകല അനീതിയിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുമെന്ന്. അങ്ങനെ ആ കൊച്ചു പോയി കുമ്പസാരിച്ച് അവൻ ഫ്രഷായി. അവൻ ആ സ്കൂളിലത്തെ ഏറ്റവും വലിയ ഫസ്റ്റും അവനിപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, സയൻറ്റിസ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പം അതാ പറഞ്ഞേ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇഷ്ടം നമ്മൾ ജോലി സ്ഥലത്ത് ചെന്നാലും എന്തോരം പേരുണ്ട് സഹപ്രവർത്തകർ നമുക്കിട്ട് പഠിച്ചിരുന്നവരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവരിലെ നന്മ, ഇതിൻ്റെ പിന്നിലെ കർത്താവിൻ്റെ കരവാണ് നമ്മൾ കാണേണ്ടത്. നമ്മളെ ഇനിയിപ്പോൾ എനിക്കിപ്പോൾ ഒരു സ്വഭാവമുണ്ട്, എടുത്തിയാടുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് ചോദിച്ചു. ആ എടുത്തിയാട്ട സ്വഭാവം എനിക്ക് ഭംഗിയല്ല, എനിക്ക് ഗുണപ്രദമല്ല. അപ്പം എൻ്റെ ഈ എടുത്തിയാട്ട സ്വഭാവം മാറാൻ വേണ്ടി എനിക്കൊരു ബോസിനെ അവിടെ കർത്താവ് തരും, മാറ്റം വരാൻ വേണ്ടി. അപ്പം കുറച്ച് ആ ബോസുമായിട്ട് ഞാൻ ഇടപെട്ട് കഴിയുമ്പോൾ എൻ്റെ തന്നെ മാറിക്കോളും. അപ്പം വെട്ടിയൊരുക്കലാ. അപ്പം ആ വെട്ടിയൊരുക്കലിൽ നമ്മൾ പാപത്തിൽ വീഴാതെ നോക്കിയാൽ മതി. നമ്മൾ പാപത്തിൽ വീഴരുത്. ഈ കൊച്ച് അറിവില്ലാതെ ടീച്ചറിനെ പറ്റി പറഞ്ഞ പോലെ നമ്മൾ ഈ ബോസിനെ കുറിച്ച് പറയും. ഭക്ഷണം കഴിക്കുന്നിടത്തും എവിടെ പോകുമ്പോഴും നമ്മൾ പറയോ, അങ്ങേരെ കണ്ടില്ലേ, അങ്ങേരുടെ ഒരു സ്വഭാവം കണ്ടില്ലേ, അങ്ങനെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയിട്ടായിരിക്കും നമ്മൾ പറയും. പക്ഷേ അത് പറയാൻ പാടില്ല. നമ്മൾ തിരിച്ചറിയണം ഈശോ നമ്മളെ വെട്ടി ഒരുക്കുന്നതാണ്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ നന്മ പറഞ്ഞ്, അവർക്ക് വേണ്ടി നന്ദി പറഞ്ഞ് അവരെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കണം. കാരണം എന്നാ, ഇത് എന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഈശോ അവരെ ഒരു ഉപകരണമാക്കി എന്നെ രൂപപ്പെടുത്തിയെടുക്കാൻ ഈശോയുടെ മനസ്സിലുള്ള, ഇപ്പൊ മഞ്ജുവിനെ കുറിച്ച് ഈശോയുടെ മനസ്സിൽ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ആക്കി എടുക്കുന്നിടം വരെ ഈ വെട്ടിയൊരുക്കലുണ്ട്. അത് മറ്റുള്ളവരിലൂടെ ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ അത് ജീവിത പങ്കാളിയിലൂടെ ആയിരിക്കും, ചിലപ്പോൾ മക്കളിലൂടെ ആയിരിക്കും, ചിലപ്പോൾ മരുമക്കളിലൂടെ ആയിരിക്കും, ചിലപ്പോൾ അമ്മായിയമ്മയിലൂടെ ആയിരിക്കും. ഒരിക്കലും ഒരാൾ കല്യാണം കഴിഞ്ഞ് 5-8 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരച്ഛൻ്റെ ശിഷ്യനായി കൊച്ച്. ഇവരൊന്നിച്ച് പഠിച്ചായിരുന്നു. എന്നിട്ട് കോളേജിൽ പിരിഞ്ഞ് ഒരാൾ അച്ഛനായി, ഒരാൾ കല്യാണം കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ധ്യാന സെന്ററിൽ വെച്ച് അച്ഛനും ഈ കൂട്ടുകാരനും തമ്മിൽ കണ്ടുപിട്ടി. അപ്പോൾ ഈ കൂട്ടുകാരൻ നല്ല മാന്യനായിട്ടിരിക്കും കേട്ടോ. അന്നേരം അച്ഛൻ ചോദിച്ചു, എടാ നിന്റെ സ്വഭാവമൊക്കെ മാറിയോ, നീ എങ്ങനെയുണ്ട്, ഇപ്പം നല്ല ശാന്തനായിട്ടും മിടുക്കരായിട്ടിരിക്കണല്ലോ. മറ്റേ ഇപ്പം കോളേജിലെ തല്ലിപ്പുളി എന്ന് പറഞ്ഞാൽ തല്ലിപ്പുളി എവിടെ ചെന്നാലും വഴക്കുണ്ടാക്കണ പുള്ളിയായിരുന്നു. അന്നേരം അച്ഛൻ ചോദിച്ചു, എടാ നിനക്കിപ്പോൾ പഴയ സ്വഭാവമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, എൻ്റെ പൊന്നച്ചോ എനിക്ക് ഒരു സ്വഭാവക്കുറവില്ല, വളരെ ശാന്തനായി. അപ്പം അതെങ്ങനെ സംഭവിച്ചു? നീ എവിടെയാ പോയി ധ്യാനം കൂടിയാ? ധ്യാന സെന്റർ കേട്ടാൽ നമുക്ക് കുറച്ച് പേരെ അന്നേരം ഇവൻ പറയാം, എൻ്റെ അച്ഛാ ഞാൻ ഒരു ധ്യാനവും കൂടിയില്ല, പിന്നെ എങ്ങനെയാ നിനക്ക് ഈ സ്വഭാവം കിട്ടിയേ? അന്നേരം പറയാം, അച്ഛാ ഞാനൊരു 10 കൊല്ലം മുമ്പ് കല്യാണം കഴിച്ച് അന്ന് ആദ്യ രാത്രിയിൽ ആ മുറിയിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ കട്ടിലേൽ ഇരിപ്പുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കാട്ടിലും 100 ഇരട്ടി ഇവിടെ കയ്യിലുണ്ട്. ശരിക്കും മോനെയുള്ള സ്വഭാവമാണെന്ന് പിടികിട്ടിയാച്ചാ അത് പതുക്കെ എന്നെ ഈ രൂപത്തിലാക്കി. ഇപ്പം ഞാൻ വളരെ സൈലൻ്റാ, ശാന്തനാണ്, എനിക്ക് ഒരു സ്വഭാവ ദൂഷ്യം ഇല്ലാന്ന് അച്ഛനോട് പറഞ്ഞു. മാറ്റം വന്നു. അപ്പം പ്രസംഗത്തിൽ പറയാം, അപ്പം ആ ജീവിത പങ്കാളിക്ക് ആ ഒരു മുനയുള്ള സ്വഭാവം കൊടുത്ത് ആ വ്യക്തിയെ ഈശോ കൂട്ടിച്ചേർത്തു. അതാ ഈശോ പറഞ്ഞു, നിനക്ക് ചേർന്ന തുണയെ തരും. അപ്പൊ അങ്ങനെ ആ വ്യക്തിക്ക് ചേർന്ന ഒരെണ്ണത്തിനെ ഈശോ കൊടുത്തേ ഇവനെ രക്ഷപ്പെടുത്തി എടുക്കണം. ഇവന്റെ ഈ സ്വഭാവം കൊണ്ട് നടന്ന അവന്റെ ആത്മാവ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതിന് തക്ക രീതിയിൽ ഒരു തക്ക തുണയെ ദൈവം കൊടുത്തപ്പം അവന് മാറ്റം വന്നു. പക്ഷെ അതേസമയം അവൻ നിന്റെ കയ്യിലിരിപ്പ് ഇങ്ങനെയാടി, നീ ഇങ്ങനെയാടി, അങ്ങനെയാന്ന് പറഞ്ഞ് ഇതിനെ ഡൈവോഴ്സ് ചെയ്തെങ്കിലോ ഇവനും രക്ഷപ്പെടില്ല. അപ്പൊ ഇവൻ ദൈവകോപത്തിന് കൂടുതൽ ഇരയാകുക. കാരണം ദൈവത്തിന്റെ വചനത്തിന് എതിരായിട്ട് ചെയ്യുക.
ദൈവം ശിക്ഷിക്കുന്നില്ല നമ്മളെ എങ്കിലും ആ സാഹചര്യത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഇതിപ്പോൾ അവർ സുന്ദരമായ ഒരു കുടുംബജീവിതം നയിക്കുന്നു, നല്ല 3 കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടിരിക്കുക. അപ്പം ഇതുപോലെ മഞ്ജു നമ്മുടെ ജീവിതത്തിൽ പല മനുഷ്യരിലൂടെ നമുക്ക് സഹനം ഉണ്ടാവും, തീർച്ചയായും ഒത്തിരി സഹനം ഉണ്ടാവും. പക്ഷെ ആ സഹനമല്ല എന്നെ സ്വർഗത്തിന് യോഗ്യയാക്കിയ ഒരു പേഴ്സണാലിറ്റിയിലാക്കാൻ വേണ്ടിയിട്ട്, ഈശോയുടെ ആ സ്നേഹത്തിലേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടി ഈശോ അനുവദിക്കുന്ന ഉപകരണങ്ങളാണ് അവരെ എന്ന് കണ്ടാൽ ഈ വെട്ടിയ ശിഖരത്തിൽ നല്ല കരുത്താർന്ന റോസപ്പൂ ഉണ്ടായതുപോലെ നമ്മളൊക്കെ ഓരോ കുടുംബത്തിലും ഓരോ സഭയിലും ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ കരുത്താർജിച്ച, ഈശോയ്ക്ക് വേണ്ടി കരുത്താർജിച്ചവരായിട്ട് മാറും. അത് നമ്മൾ ഓർത്ത്, അതാ ഞാൻ അതെ വന്നിട്ടൊന്നും ഇരുന്ന് പോലും ഇല്ല. നമുക്കെന്താ ചായയൊക്കെ കുടിക്കണ്ടേ? ഒത്തിരി സന്തോഷം കേട്ടോ, മഞ്ജു വന്നു. ഏതായാലും നല്ല കാര്യം. നമുക്ക് അകത്തേക്ക് വരാം കേട്ടോ. എന്നാൽ ശരി എന്നാൽ.